ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് പനീർ റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം പനീർ എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ക്യൂബ്സൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അധികം വറുത്തെടുക്കാൻ നിൽക്കരുത്, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡായി പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുക. വറുത്ത് നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ ചട്ടിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് 3 സബോള, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഒരു 4 എണ്ണം ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റെടുക്കുക. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ ചേർത്ത് അരച്ച് മാറ്റി വയ്ക്കുക. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ ഒരു 2-2.5 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം പോണ വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരു വലിയ തക്കാളി അത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആദ്യം നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള ഈ പനീർ അതും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് നല്ല തിളച്ച വെള്ളം, അത് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കണ ആ ഒരു അളവിൽ ആഡ് ചെയ്തിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുക. നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണ് താല്പര്യം ആ ഒരു ലെവലിൽ വേണം നമ്മളിത് വറ്റിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പനീർ റോസ്റ്റ് റെസിപ്പി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.